തമിഴ്നാട്ടിൽ രാവിലത്തെ 2 മണിക്കൂർ തന്നെ കനത്ത പോളിംഗാണ്. അപ്പോൾ വിജയ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പോളിംഗ് സമയം നീട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ ഒരു തരംഗം ഉണ്ടാകും. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. പോളിംഗ് കൂടുതലായിരിക്കും. അത് പോളിംഗ് കൂടുതലായിരിക്കുമോ എന്നുള്ളത് നമുക്ക് പോകെ പോകെ പറയാനേ പറ്റുള്ളൂ. ആദ്യത്തെ ലക്ഷണങ്ങൾ കൂടുതലാണെന്നാണ്. പക്ഷേ പോളിംഗ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് ഭരണകക്ഷിക്ക് എതിരായിട്ടുള്ള ഒരു തരംഗമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചരിത്രം നോക്കുകയായിരുന്നു പ്രിയൻ. അതായത് 2006 70.5% പേരാണ് ടേൺ ഔട്ട് ചെയ്തത്. അന്ന് DMK ആണ് ജയിച്ചത് 2006. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം 2001 തൊട്ട് 2006 വരെ ജയലളിത നന്നായിട്ട് ഭരിച്ചിരുന്നെങ്കിലും ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. അത്ര വലിയ അഴിമതി ആരോപണങ്ങളൊന്നും ആ പീരീഡിൽ ജയലളിതയ്ക്കെതിരെ വന്നിട്ടില്ല. അതിന് ശേഷം വന്നിട്ടില്ലായിരുന്നു 2001, 2006 പീരീഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് അവർക്കെതിരായിട്ട് വന്നത് തമിഴ്നാട്ടിലെ സർക്കാർ ജീവനക്കാർ അവർക്കെതിരായിട്ട് തിരിഞ്ഞ് വോട്ട് ചെയ്തു. കാരണം കുറേ പേര് പിരിച്ചു വിട്ടു. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിയ കുറേ പിരിച്ചു വിട്ടവർ. അപ്പോൾ അതിൽ അവർ ജീവനക്കാർ മുഴുവനും അവരോട് എതിരായിരുന്നു. പക്ഷെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. 2006 70.56%. അതേസമയം 2011 78% പോളിംഗ് വന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തമിഴ്നാട് തീരത്ത് ഒരു ജയ സുനാമി വീശി എന്നാണ് പറയുന്നത്. DMKക്ക് 39% വോട്ടിൽ ഒതുങ്ങി. ADMK 52% വോട്ട് ADMK ജയിച്ചു. ലിറ്ററലി പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ. കരുണാനിധി നിയമസഭയിൽ വന്നല്ലേ ജയിച്ചു. കരുണാനിധിയും സ്റ്റാലിനും ജയിച്ചു. ബാക്കി എല്ലാ വൻ തോക്കുകളും തോറ്റു. ഏതാണ്ട് കഷ്ടം 30 സീറ്റേ കിട്ടുള്ളൂ അവർക്ക്. 203 സീറ്റ് കിട്ടി ADMKക്ക്. മൃഗീയ ഭൂരിപക്ഷമായിരുന്നു 2011. അതിനുശേഷം 2016 ജയലളിത തന്നെയാണ് ജയിച്ചത്. 74% പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് 2011 78% പോളിംഗ്, 2016 74% പോളിംഗ്. പക്ഷേ ADMKയുടെ സീറ്റ് കുറഞ്ഞു, 136 സീറ്റായി. DMK 98 സീറ്റിലും മത്സരിച്ചു. പക്ഷേ അതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഈ 2011, 2016 കാലഘട്ടത്തിലാണ് ജയലളിത റെവല്യൂഷണറി ആയിട്ടുള്ള പല ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നു. ഓർക്കുണ്ടോ? അമ്മ ക്യാൻറ്റീൻ, അമ്മ മിനറൽ വാട്ടർ, അമ്മ ഫാർമസി ഷോപ്സ്, ഇങ്ങനെയൊക്കെ കുറേ അധികം ജനപ്രിയ പദ്ധതികൾ നടപ്പിലായി. അപ്പോൾ ഈ അമ്മ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും കറിയൊക്കെ കിട്ടുമായിരുന്നു. 5 രൂപയ്ക്ക് ഉച്ചയ്ക്കുള്ള ഊണ് കിട്ടും. തൈര് സാധവും സാമ്പാർ സാധവും, തമിഴന്മാരുടെ വീക്ക്നെസ്. രാത്രി അതേപോലെ ഇഡ്ഡലി 3 രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ പൂരി കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിന് ചാർജ് ഈടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരൊരു മറുപടി ഉണ്ടായിരുന്നുണ്ട്. ഗംഭീര മറുപടിയാണ്. ഞാൻ ജനങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നശിപ്പിക്കാറില്ല. അവർ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് സൗജന്യമായിട്ടല്ല ഈ ഭക്ഷണം കിട്ടുന്നത് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ ചാർജ് ചെയ്യണമെന്ന്. ശരിയായിരുന്നു അത്. പക്ഷേ ഈ 2016 തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറയാനുള്ള കാരണം ജയലളിതയ്ക്ക് മൊത്തം ക്യാമ്പയിനൊന്നും നടത്താൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അവർക്ക് അസുഖമൊക്കെ ആയിരുന്നു 2016. പിന്നെ 2021 വന്നപ്പോഴത്തേക്കും DMK മുന്നണി തൂത്തുവാരി തെരഞ്ഞെടുപ്പിലും. അവർക്ക് ടേൺ ഔട്ട് വന്നിട്ട് 73.63% ആയിരുന്നു ടേൺ ഔട്ട്. ADMKയിൽ ഭയങ്കര അടി നടക്കുന്ന സമയമാണ്. ശശികലയും ഒക്കെ തെറ്റിപ്പിരിഞ്ഞു. പിന്നെ ഇയാളും എടപ്പാടി പഴനിസ്വാമിയും പിന്നെ O പനീർശെൽവം എല്ലാം ഒരു യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ്. അല്ലാണ്ട് ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറൊന്നും അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ 2021 തെരഞ്ഞെടുപ്പ് ഞാൻ കവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ മീഡിയ മൊത്തം DMKയുടെ സൈഡായിരുന്നു. DMKക്ക് അന്ന് ആരോ പറഞ്ഞു കൊടുത്തു മീഡിയനെ മേടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ ഭയങ്കര നമ്മളിപ്പോൾ കേരളത്തിലേക്ക് കണ്ട പലരും മീഡിയ ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറയും, അതേ രീതിയിലാണ് അവിടെ നടന്നത്. അങ്ങനെയാണ് ജയിച്ചത്. അപ്പോൾ
പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാനൊരു കാര്യം പറയട്ടെ. MGR മുഖ്യമന്ത്രിയാവണ 1977 80 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ADMK ഗവൺമെൻറ്റിനെ ഇന്ദിരാഗാന്ധി പിരിച്ചുവിട്ടു. കാരണം അവർക്ക് ജനതാ പാർട്ടിയായിട്ട് അലയൻസ് ഉണ്ടായിരുന്നു 80 തെരഞ്ഞെടുപ്പിൽ. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി, MGR അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞ് 85 വീണ്ടും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വന്നു, MGR അധികാരത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ MGR 3 തവണ അധികാരത്തിൽ വന്നു. 87 അദ്ദേഹം മരിക്കുകയും ചെയ്തു, അസുഖം വന്നിട്ട്. ഓക്കെ. 2011 ജയലളിത അധികാരത്തിൽ വന്നു. 16 തെരഞ്ഞെടുപ്പിൽ ജയലളിത ജയിച്ചു. ആ വർഷം തന്നെ ജയലളിത മരിക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റാലിൻ 2021 മുഖ്യമന്ത്രിയായി. ഇപ്പോൾ 2026 രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രി ആവുക. അപ്പോൾ മിക്കവാറും എന്താ പറയുക, മരിക്കാനായിട്ടുള്ള സാധ്യത പാറ്റേൺ അനുസരിച്ചിട്ടാണെങ്കിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം അയാൾക്ക് സുഖമില്ല. നമ്മൾ ഈ സ്റ്റാലിനെ TV കാണുന്നുണ്ടല്ലോ, ഫുള്ളി മെയ്ഡപ്പായിട്ടാണ് അയാൾ നടക്കുന്നത്. അത് പൗഡറൊക്കെ ഇങ്ങനെ നനച്ച് കഴിഞ്ഞ് വച്ച തേച്ച് പിടിപ്പിച്ച് വിടുക ചെയ്യണേ. അയാൾക്ക് സുഖമില്ല, അയാൾ വിദേശത്തൊക്കെ പോകണ്ടല്ലോ. അത് മാത്രമല്ല, DMKക്ക് എതിരായിട്ട് ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അഴിമതി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അഴിമതി നടന്നു എന്ന് പറയുന്നത് ജയലളിത 91-96 കാലഘട്ടത്താണ് ഏറ്റവും വലിയ അഴിമതി നടന്നു എന്ന് പറയുന്നത്. അതും മറ്റും ഒന്നുമില്ല ഈ സ്റ്റാലിൻ്റെ ഭരണദശ. ഇത് മൊത്തം കുടുംബമല്ലേ ഭരിക്കുന്നത് DMK. ഇപ്പോൾ സ്റ്റാലിൻ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി മറ്റേ സ്റ്റാലിൻ്റെ മകൻ. പിന്നെ അവിടെ നിന്നുള്ള ഡൽഹിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനിമൊഴി, ദയാനിധിമാരൻ, പിന്നെ അയാളുടെ വീട്ടിലെ മറ്റൊരു KC വേണുഗോപാൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന TR ബാലു, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവിടെ ഉള്ളതേ. ഈ മലയാളത്തിൽ പറഞ്ഞാൽ കമന്ന് എഴുന്നാൽ കാൽപ്പണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കേസ് വരാനുണ്ട്, 2G സ്പെക്ട്രം കേസിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. നമ്മൾ ഇവിടെ മാധ്യമങ്ങളൊന്നും എഴുതണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്നെന്തോ കടലാസ് വേണ്ട രീതിയിൽ കോടതിയിൽ കൊടുത്തില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇത്തവണ അപ്പീൽ പോയിക്കുക, ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടക്കുക. അതെന്തെങ്കിലും ആട്ടെ, അപ്പം നമുക്ക് തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ DMK മുന്നണിയിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട്, പാളയത്തിൽ പെടാന്ന് പറഞ്ഞ പോലെ. DMK കോൺഗ്രസുമായിട്ട് നല്ല റിലേഷനല്ല. കോൺഗ്രസും പിന്നെ തിരുമാവളവൻ്റെ പാർട്ടിയായിട്ട് നല്ല റിലേഷനല്ല. പക്ഷേ ഈ DMKക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ പലപ്പോൾ ADMKക്ക് അകത്തുള്ള പ്രശ്നം വെളിയിലേക്ക് വരുന്നിട്ടുണ്ട്. EPSും OPSും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ DMKക്ക് അകത്തുള്ളത് അതിൻ്റെ അകത്ത് തന്നെ തീരാറില്ലേ പതിവ്? DMK ഒരു പിളർപ്പിലേക്കൊക്കെ പോകുമോ? DMK ഒരു കാഡർ ബേസ്ഡ് പാർട്ടിയാണ്. DMKക്ക് അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അധികം പുറത്തേക്ക് വരാറില്ല. കാരണം അയൺ കർട്ടൻ ആണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും അസ്വസ്ഥരായിട്ട് കഴിഞ്ഞാൽ, അവരെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരൊക്കെ അവിടുത്തെ നമ്മുടെ ആ ശ്രീനിവാസനായിട്ട് അവസാനിപ്പിക്കുക. രമയുടെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? TP ചന്ദ്രശേഖരന്മാർ കുറേ പേരുണ്ട്. പക്ഷെ അവർ എഴുതാറില്ല എന്ന് മാത്രം, മാധ്യമങ്ങളൊന്നും എഴുതാറില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് ഈ DMK മുന്നണിയിൽ O പനീർശെൽവം ഇപ്പോൾ DMKയിലാണ്. അത് DMKക്ക് വേണ്ടിയിട്ട് മറ്റേ ക്യാമ്പയിനിങ്ങിനും പോകാറുണ്ട്. പിന്നെ അയാൾ ബോഡി നയിക്കുന്നവർ അവിടെയായിട്ട് അയാൾ മത്സരിക്കുന്നുമുണ്ട്. ജയിക്കോ ഇല്ല എന്നുള്ള കാര്യം കണ്ടറിയണം. അപ്പോൾ അതുകൊണ്ട് ADMK മുന്നണിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവരെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. ഇപ്പോൾ അണ്ണാമലൈ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. BJP വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എത്ര സീറ്റ് കിട്ടും അതൊക്കെ കണ്ടറിയണം. പക്ഷേ ഒരു ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ട്. വിജയ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 8 സീറ്റിനോ 10 സീറ്റിനോ ഇടയ്ക്ക് മേടിക്കുമായിരിക്കും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിജയ് ചെയ്ത നടപടികൾ മുഴുവനും പാളുന്നതാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനം അയാൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്, ഇൻകം ടാക്സിൻ്റെ എന്തോ 100 കോടി രൂപ 200 കോടി രൂപ എന്തോ അയാളുടെ വരുമാനത്തിൽ അയാൾ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കൂടാണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും തെരഞ്ഞെടുപ്പ് റാലികളൊക്കെ ഛിന്ന ഭിന്നമായിട്ട് പോവുക ചെയ്തത്. ഈ ജനങ്ങൾ കൂടുതൽ വന്ന് അയാളെ കാണാനായിട്ട് വരുന്നതാണ്. ഈ പറയുന്ന അത്ര വലിയൊരു ഇമ്പാക്റ്റൊന്നും അയാൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട്, വിജയകാന്തിന് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഇമേജൊന്നും വിജയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. പിന്നെ വിജയിക്ക് കിട്ടും. ക്രിസ്ത്യാനികൾ മൊത്തം വിജയ്ക്ക് വോട്ട് ചെയ്യും. അവിടെ കണ്ട് 6% തൊട്ട് 8% വരെ ഒഫീഷ്യലായിട്ട് ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മുമ്പ് സ്റ്റാലിനെ പോയി കാണുകയും അയാളുടെ കാല് തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു.
അപ്പോൾ സ്റ്റാലിൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. FCRA ആക്ടിൽ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ അയാൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രചരണം നടത്താം, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദലിത് ക്രിസ്ത്യൻസിന് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് ടേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബിഷപ്പുമാരും, അതായത് ഉപദേശികൾ, ഇവാഞ്ചലിസ്റ്റുകൾ, പ്രൊട്ടസ്റ്റൻസ്, കത്തോലിക്കർ ഉള്ള വർഗം മുഴുവനുണ്ട്. അവിടെയും കാണും ഈ CSIയും മാർത്തോമയും മാർ ജോസഫും ഒക്കെ കാണും അവിടെ. അവരൊക്കെ ഇയാൾക്ക് സപ്പോർട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിംസും DMKക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം മുസ്ലിം ലീഗും പിന്നെ മനിതനേയ മക്കൾ കക്ഷി എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദി സംഘടനയും ഒക്കെ അതിനകത്തുണ്ട്. CPMൻ്റെ കൂടെ അവരൊക്കെ ഒരുമിച്ച CPI, കോൺഗ്രസ്, DMK. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യും. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ടഫ് ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോളിംഗ് ശതമാനം എത്ര ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ പോളിംഗ് ശതമാനം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അത് DMKക്ക് എതിരായിട്ടേ വരുള്ളൂ, AIADMK മുന്നണിക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ ഇയാൾ എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. ഈ അയാൾ മുഖ്യമന്ത്രിയാവാനോ പ്രതിപക്ഷ നേതാവാനോ അതല്ലെങ്കിൽ ഒരു വലിയ ശക്തിയുള്ള ഒരു ഗ്രൂപ്പ് ആവാനോ ഒന്നും വിജയുടെ പാർട്ടിക്ക് പറ്റില്ല. ഇപ്പോൾ ഈ കത്തോലിക്കരും ഇവരൊക്കെ പോയി സ്റ്റാലിനെ കണ്ടത് കാരണം അയാൾക്ക് കിട്ടാമായിരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ ചെറുതായിട്ടൊരു സ്പ്ലിറ്റ് വരികയായിരിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ.